അല്ല ഇന്നലെ ഭയം മനസ്സിലുണ്ടാവുന്നത് ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒരാൾ വരുമോ? ആരെങ്കിലും ഒരാൾ മതി. അറിയുന്നോളി. നേരത്തെ എങ്ങനെയാണോ മറിച്ചത് അതേ കാൽ രണ്ടു രണ്ട് രണ്ട് ശരി. ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ല. നമ്മൾ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. എന്ത് ചെയ്യാം? പതുക്കെ ഇവിടെ നമ്മൾ മറക്കുക. എങ്ങനെ മറക്കുക? ഷോർട്ടിനോട്. ഇനി ഒറ്റ കാര്യമുള്ളൂ, ഒരു സംശയം നിങ്ങൾ വരും. വീണ് കഴിഞ്ഞാൽ ആദ്യം എന്താണ്? തല അടിച്ചാൽ വീഴുക, വെയിറ്റ് തലക്കാണ്ടാവുക. അപ്പൊ തല അടിച്ച് വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു കാരണവശാലും തല ഇടക്കാനോ വാക്കാനൊന്നും നിൽക്കരുത്. അപ്പൊ കറക്റ്റായിട്ട് നോക്കണം. അത് നമ്മൾ തലയും കൂടി കൗത്തോടും പ്രൊട്ടക്ട് ചെയ്യണം. ഒരാളും വരും, ആരെങ്കിലും ആളുണ്ട്. വേഗം, സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് വന്നവരാണ് നിൽക്കട്ടെ, വരാത്തവർ വരും. വേഗം വേഗം. ആ വരി വേഗം വരും. അവിടെ വെച്ചോളി, അവിടെ വെച്ചോളി, വെച്ചോളി, പെട്ടെന്ന് പെട്ടെന്ന്. ഇവിടെ ഇപ്പുറം 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 അവിടെ ഇരുന്നോളി. ഇവിടെ 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 ഇവിടെ. അതായത് ഇങ്ങനെ മൈക്കുടി മൈക്കുടി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആള്, ഇങ്ങനെ വരുന്ന ആള് കഴുത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തിക്കാൻ പാടില്ല. ഇതേ രീതിയിൽ നമ്മൾ പൊന്തിക്കാൻ പാടില്ല. ഇപ്പൊ എനിക്ക് നല്ല വാറുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാറുണ്ട്. ഒരുപാട് നേരം ഇങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് പറ്റില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? പറ്റുന്ന ഒരാൾ ആ സ്ഥാനത്തേക്ക് നമുക്കറിയ കാര്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരുപാട് നേരം കുഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം പറ്റുന്ന ഒരാളെ, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന കേൾക്കുന്ന ഒരാളെന്ത് ചെയ്യാം? നമ്മൾ വിളിക്കുക. എന്നിട്ട് അവരെ സപ്പോർട്ടോട് കൂടി ചെയ്യുക. ഈ കൈ അടിയിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ഒരിക്കലും പൊന്തിക്കാൻ പാടില്ല. ഈ ഭാഗത്തേക്ക്, ഈ ഭാഗല്ലേ, ഈ ഭാഗത്തേക്ക് തലനെ ഈ രണ്ട് സൈഡ് വെപ്പിക്കുക. ഇപ്പൊ എന്താണ്? മറച്ചോളി, അങ്ങോട്ട് മറച്ചോളി. ആ പതുക്ക പതുക്ക പതുക്ക. ഇപ്പൊ എന്താണ്? കവുത്ത് തീരെ അനങ്ങുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ നമ്മൾ മറച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് സ്ട്രെച്ചർ അല്ലേ? അല്ലെ? വടി പോലെ ഈ സ്ട്രെച്ചർ പോലെ പിടിച്ചോളി. സ്ട്രെച്ചർ പോലെ പിടിച്ചോളി. വലിച്ചു പിടിച്ചായി. ഓക്കെ. ഇനി അത് പറഞ്ഞു കാണിക്കാം. സ്ട്രക്ചർ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഈ തുണി ഒരു സ്ട്രക്ചറായിട്ട് സങ്കല്പിക്കുക. വേണ്ട, അത് റിസ്ക്, ടൈം പോകും. ഓക്കെ, വേണ്ട, റിസ്ക്, ടൈം. ഓക്കെ. ഇനി സ്ട്രക്ചർ നമുക്ക് വെച്ചോളി. പതുക്കെ മീൻ ഊറ്റുമ്പോൾ വെക്കരുത്, ഇരിക്കണം. മീൻ ഊറ്റുമ്പോൾ ഇരിക്കരുത്. ഓക്കെ. ഇപ്പൊ സ്ട്രക്ചർ ഒരു ഭാഗത്ത് ചെയ്യും, സ്ട്രക്ചർ പൊങ്ങി കിടക്കില്ലേ, ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ മറിക്കുക, മാക്സിമം മറിക്കുക. അങ്ങോട്ട് നിങ്ങൾ കാലം ചെയ്താണ് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. കാലൊക്കെ അടുത്തേക്കരുത്. ഇപ്പൊ ഒരുപാട് പറഞ്ഞില്ലേ? പക്ഷേ ഇനി മാക്സിമം എന്ത് ചെയ്യാൻ വെക്കുക, അതിന് വെക്കുക. അപ്പൊ എന്താണ്? മുക്കാൽ ഭാഗം കിടത്തിയോളി. ഇപ്പൊ മുക്കാൽ ഭാഗം ആള് സ്ട്രക്ചർ ഉണ്ടാവില്ലേ? ഇപ്പൊ മുക്കാൽ ഭാഗം സ്ട്രക്ചർ കയറി. ഓക്കെ. എന്ത് ചെയ്യാം? പതുക്കെ നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാം? ഇവിടുന്ന് അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കരുത്. അവിടെ അല്ല നിങ്ങളുടെ സ്ഥാനം എപ്പോഴും ഇതേ രീതിയിലുള്ള സ്ഥാനം. ആ ഒന്നും ഇറക്കി തന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ രീതിയിലാണ് നിങ്ങളുടെ സ്ഥാനം. എത്ര പറഞ്ഞേ? ഷോൾഡർ എപ്പോഴും നിൽക്കണം. ഓക്കെ. എന്ത് ചെയ്യാം? നേരത്തെ നിങ്ങൾ പിടിച്ചില്ല, അതേ രീതിയിൽ ഇവിടെ പിടിക്കാം. മാഷ ഇവിടെ. ഓക്കെ. ഇനി നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യാം? പതുക്കെ ഒരുപാട് മറിക്കണ്ട, ജസ്റ്റ് വെച്ചോളി. അപ്പൊ എന്തായി? സ്ട്രക്ചർ വെക്കുക. ഇനി ഒന്ന് എടുത്തു വെക്കണം എന്ന് വിചാരിക്കുക. ഒന്ന് എടുത്തു വെക്കണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിക്കൂടി ഒന്ന് കൈ വെച്ചിട്ട് രണ്ടാള് ഇങ്ങനെ കോർക്കുക. അതെങ്ങനെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അങ്ങോട്ട് മറിച്ചോളി. കൈ വിടേക്ക്. കൈ വിളിച്ചില്ലേ? ഓക്കെ. കൈ വിളിക്കും. ഓക്കെ. പതുക്കെ മറിച്ചോളി. കൈ കഴുത്ത് നോക്കണ്ടോ? കത്തിന് പരിപ്പിക്കുന്നത് നോക്കണം. അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഹാർഡ് ചട്ടകളില്ലേ, വെക്കില്ലേ, ആ ഹാർഡ് ബോർഡില്ലേ, അതെന്ത് ചെയ്യുക? 3 വിരൽ കണക്കാക്കി എന്ത് ചെയ്യുക? അത് മടക്കുക. അത് മടക്കി എന്ത് ചെയ്യുക? കഴുത്തിൽ വെച്ച് കൊടുക്കുക. എന്നാൽ കഴുത്ത് അങ്ങനെ ഇങ്ങനെ അനങ്ങൂല, ആളെ കിടക്കും. അപ്പൊ എന്ത് ചെയ്യോ? നമ്മൾ ഈ 2 കൈയില്ലേ, നമ്മൾ 2 കൈ ഇവിടെ ഇരിക്കുന്നത് രണ്ടാൾ. നിങ്ങളല്ല, നിങ്ങൾ കുറച്ചോളം നിൽക്കും. അതായത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഷോൾഡറോട് ഷോൾഡർ, തോളോട് തോള് കയറി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത്, ഒരിക്കലും അങ്ങോട്ട് വിട്ടു നിൽക്കുന്നില്ല, അല്ലേ?
ഇങ്ങനെ ഉള്ളോട്ടിടുക, അത്രയും ഉള്ളോട്ടിടുക. ഓക്കെ, കയ്യിൽ നമ്മള് തന്നോളി. കഴുത്ത് നോക്കണ്ടോ? കഴുത്താണ് നോക്കണം, കഴുത്താണ് നോക്കണം, അടിയിലേക്ക് നോക്കണം. ഓക്കെ, എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ നന്നായിട്ട് ടൈറ്റ് പിടിക്കണം. ഇങ്ങനെ ടൈറ്റ് പിടിക്കണം. വെറുതെ എങ്ങനെ പിടിച്ചാൽ പോരാ, ഈ പെരുവരല്ലേ, പെരുവരല് കൊണ്ട് ഇവിടെ ടൈറ്റ് ആക്കി പിടിക്കണം. ഇങ്ങനെ പിടിച്ചു നോക്കി, ഇങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റുമോ? 50 കിലോ ഒരാളെ 100 കിലോ വെയിറ്റ് ചെയ്ത് തോന്നും. ഇങ്ങനെ ടൈറ്റ് ആയി പിടിച്ചു നോക്കി. ഇപ്പോഴോ വെയിറ്റ് ആയില്ലേ, പവറായില്ലേ? ശരി, ഇപ്പൊ 100 കിലോ നമുക്ക് 50 കിലോയിൽ മാറി. ഓക്കെ, എന്ത് ചെയ്യാം? അതിലേക്ക് മറിച്ചില്ലേ, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ കൈ ഇവിടെ വെച്ചു. ആ മുറിച്ചെൻ്റെ കയ്യിലിട്ടോളി. ഓക്കെ, എന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യാൻ? കൈ വെക്കുക. എന്റെ കയ്യിലുണ്ട് ഉള്ളിലേക്ക് വെച്ച കൈയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗം കൈ വെച്ചുകൊണ്ട് ലോക്ക് ചെയ്യാം. കാല് കൈ താന്ന് കിട്ടട്ടെ, കൈ താന്ന് കിടക്കട്ടെ. താട്ടെ താട്ടെ, ആള് താട്ടെ. കൈ മടക്കി വെക്കണ്ട, കൈ മടക്കി വെക്കണ്ട, കൈ മടക്കണ്ട, തിരികെ മടക്കണ്ട. നമ്മൾ സേഫാണ്. അങ്ങനെ കൈ ഉപയോഗിച്ച് നമുക്ക് തുണിയോ ഫ്ലെക്സോ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സെക്ചർ എന്ന രൂപേണ ആളെ സേഫായിട്ട് ആംബുലൻസിലോ ഏത് കിടത്തിക്കൊണ്ടാൻ പറ്റിയ വാഹനത്തിൻ്റെ അടുത്തേക്ക് ആളെ എത്തിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഓക്കെ, അങ്ങനെ നമുക്ക് ആളെ കൊണ്ടുപോകാനുള്ളതാണ്.